ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ വാർത്തകളുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ കമ്മീഷണർ എന്ന സിനിമ അങ്ങനെ 4K റിലീസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അണിയറയിൽ അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ റിലീസ് ഡേറ്റ് വരുന്നതായിരിക്കും. ഇനി അടുത്ത തമിഴിലെ ഏറ്റവും ഹൈപ്പ് വരുന്ന ഒരു സിനിമയാണ് അരസൻ. അതായത് നമ്മുടെ വട ചെന്നൈയുടെ യൂണിവേഴ്സിൽ വരുന്ന സിനിമയാണ്. അപ്പോൾ സിനിമയിലേക്ക് നമ്മുടെ വിജയ് സേതുപതി അങ്ങനെ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വെൽക്കം പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വിജയ് സേതുപതി ഉണ്ട് സിനിമയിൽ. അപ്പോൾ എന്തായാലും നല്ല കിടുക്കൻ റോൾ തന്നെ ആവട്ടെ. അടുത്ത മാസം ഡിസംബർ 8 ആണല്ലോ നമ്മുടെ ദിലീപിൻ്റെ കേസിൻ്റെ വിധി വരുന്നത്. ആ വിധി നമ്മുടെ ബബ്ബവേനെ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ ദിലീപ് അഥവാ ജയിലിൽ പോവുകയാണെങ്കിൽ ബബ്ബ ഇനി റിലീസ് ചെയ്യുമെന്നും ഡൗട്ടാണ്. എന്തായാലും നമുക്ക് അപ്ഡേറ്റിന് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യണം. ബബ്ബ എന്തായാലും റിലീസ് ചെയ്യണം, കാരണം എല്ലാവരും വെയിറ്റ് ചെയ്യണ ഒരു സിനിമ തന്നെയാണ്. എന്തായാലും വിധി നല്ലൊരു വിധി തന്നെ ആവട്ടെ. ഇനി അടുത്തത് നമ്മുടെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കളങ്കാവൽ എന്ന സിനിമ ഈ വർഷം തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. ഞാൻ മിക്കവാറും വിചാരിച്ചായിരുന്നു നെക്സ്റ്റ് ഇയറിലൊക്കെ പോകുന്നു. പക്ഷെ അവർ ഈ അടുത്ത ഡേറ്റ് തന്നെ വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഡിസംബർ 5 കളങ്കാവൽ റിലീസ് ചെയ്യാൻ പോകണം. അപ്പോൾ എന്തായാലും പൊളിക്കട്ടെ. ഇനി അടുത്തൊരു OTT അപ്ഡേറ്റ് ആണ്. ഈ മാസം നവംബർ 28 മാസ് ജദാര എന്ന സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കൂടെ 4 ഭാഷയിലൂടെ. അടുത്തായി നമ്മുടെ പ്രഭാസിൻ്റെ പാൻ ഇന്ത്യൻ ലെവലിൽ എത്തുന്ന ചിത്രമാണല്ലോ സ്പിരിറ്റ്. അപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ പൂജയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ചെറിയൊരു ലൊക്കേഷൻ സ്കിൽസൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. സിനിമയെ പറ്റി വേറൊരു അപ്ഡേറ്റ് ഉണ്ട്. ചെറിയ റൂമറാണ്, നമ്മുടെ രൺബീർ കപൂർ സിനിമയിലുണ്ട്, ചെറിയൊരു ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ടെന്നുള്ള റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അതായത് ആനിമൽ യൂണിവേഴ്സ് ആയിട്ടുള്ളൊരു ക്രോസ് ഓവർ. അപ്പോൾ എന്തായാലും അങ്ങനെയാണെങ്കിൽ കിടക്കും. എന്തായാലും നമ്മുടെ പ്രഭാസ് മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ പരശക്തി എന്ന സിനിമയുടെ ഒരു സോങ് രത്നമാല എന്ന സോങ് യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇന്നലെയാണ് സിനിമയുടെ ഈ സോങ് റിലീസ് ചെയ്തത്. നമ്മുടെ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന സിനിമയുടെ ഒരു പാട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. പട്ടുമ എന്നാണ് സോങ്ങിൻ്റെ പേര്. ഈ മാസം 27 6 മണിക്ക് സോങ് റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വിലായത്ത് ബുദ്ധയുടെ പ്രൊമോ സോങ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ട്രിബിൾ എന്നാണ് സോങ്ങിൻ്റെ പേര്. ഇത്തിരി ലേറ്റ് ആയാലും ഇപ്പോൾ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. സൈന പ്ലേയിലൂടെ അടുത്തായിട്ട് OTT റിലീസ് ചെയ്യാൻ പോണ ചിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. അപ്പോൾ ഈ സിനിമയുടെ കമൻസും പോസ്റ്ററും വന്നിട്ടുണ്ട്. നമ്മുടെ നിവിൻ പോളിയുടെ അടുത്തായിട്ട് വരാൻ പോണ ഒരു ചെറിയ ചിത്രമാണ് ഫാർമ. ചിത്രമല്ല, സീരീസാണ്. അപ്പോൾ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ അടുത്ത് റിലീസ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഒരു പ്രൊമോ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആവേശം സിനിമയ്ക്ക് ശേഷം കാണാതായ ഒരാളായിരുന്നു നമ്മുടെ ഹിപ്സ്റ്റർ. അപ്പോൾ ഹിപ്സ്റ്റർ അങ്ങനെ കാട്ടാളൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വയലൻസ് നിറഞ്ഞ സിനിമയിൽ തന്നെയാണ്, അടുത്തൊരു വമ്പൻ ചിത്രം തന്നെയാണ് നമ്മുടെ ഹിപ്സ്റ്റർ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത മൂവിയാണ് നമ്മുടെ സൂപ്പർ ഹീറോ. അപ്പോൾ സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ അർജുൻ ദാസും സാൻഡിയാണ് സിനിമയിൽ നായകന്മാരായി എത്തണത്. അപ്പോൾ എന്തായാലും സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ദൃശ്യം 3 പറ്റിയാണ്. അപ്പോൾ ദൃശ്യം 3 ആണ് ആദ്യം റിലീസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് കുറച്ച് കളക്ഷൻസ് നമ്മളൊക്കെ കിട്ടും. അതിനുശേഷം ഒരു മാസത്തിന് ശേഷമായിരിക്കും മറ്റ് ദൃശ്യത്തിൻ്റെ പതിപ്പ്, അതായത് ഹിന്ദി മറ്റ് ഭാഷകളിലുള്ളത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.